ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ചന്ദനത്തിരി പാക്കിംഗ് ആണ് കേട്ടോ. 2 ദിവസമായിട്ട് മണമൊക്കെ മുക്കി വെച്ചിരുന്നൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് പാക്ക് ചെയ്യുകയാണ്. ഓച്ചറിലേക്ക് കുറേ തിരി ആവശ്യമുണ്ട്. അപ്പോൾ ഓർഡർ അനുസരിച്ച് നമ്മൾ തിരി പാക്ക് ചെയ്യുക. മണമൊക്കെ ചേർത്ത് 2 ദിവസം വെച്ചിരുന്നൊന്ന് ഉണങ്ങി കഴിയുമ്പോഴേ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റത്തില്ല. അല്ലാതെ നമ്മൾ ഫാനിൻ്റെ കീഴിലോ അല്ലാതെ പേപ്പറിനകത്ത് വിരിച്ചിട്ടൊക്കെ ഉണക്കി ഇത്ര പാക്ക് ചെയ്യാൻ പോവാണ്. ഇന്നിപ്പോൾ നമ്മൾ 3 സൈസാണ് പാക്ക് ചെയ്യുന്നത്. റോസിൻ്റെത്, ജാസ്മിൻ്റെത്, അടുത്ത സാൻഡിൽ. ഇത് 3 ഇന്ന് നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട്. ഇത് പാക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം കവർ നമ്മുടെ കമ്പനിയുടെ പേരിലല്ല, ഇതല്ലാതെ കവർ കിട്ടുന്നത് മേടിച്ച് നമ്മൾ അടിച്ച്, നമ്മുടെ ഏഞ്ചലിൻ്റെ പേര് കവർ അടിച്ചിട്ടില്ല, തിരിയുടെ കവർ അടിച്ചിട്ടില്ല, ബാക്കിയെല്ലാത്തിൻ്റെ ഉണ്ട്. ഇതിപ്പോൾ നമ്മളിത് പാക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. 2 ദിവസമായിട്ട് കുറേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്ന് ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ നിറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 1-ാം തീയതി. അപ്പോൾ കടകളിലേക്കും ഒറ്റരാമ്പലത്തിൽ കുറേ കടകളിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഇത് ആർക്കും വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇത് തിരി നമുക്ക് കിട്ടും. കിലോ കണക്കിന് തിരി മേടിച്ച് ഇത് ചെയ്ത് കവറും മേടിച്ച് മണമൊക്കെ ചേർത്ത് നല്ല നല്ല മണം, നല്ല വെറൈറ്റി മണങ്ങളൊക്കെ ചേർത്ത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഇരുന്ന് തൊഴിൽ ആരംഭിക്കാവുന്ന കാര്യമാണ്. ഇത് മണം മുക്കി വെച്ചിരുന്നിട്ട് നമ്മൾ ഇതേലെ പാക്ക് ചെയ്യുക, എന്നിട്ട് കവറിനകത്താക്കുക. നമുക്ക് കവറിനകത്ത് പാക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. ഇത് 15 രൂപയുടെയാണ്. ടേപ്പ് ഒട്ടിച്ച് ഒരു സൈഡ് ഒട്ടിച്ചിട്ട് തിരിയുക. 15 രൂപയുടെ തിരിയാണ്, 2 കളർ ഇടുക. അതുകൊണ്ട് സൈഡൊന്ന് മടക്കിയിടുക, മണം അതിനകത്ത് ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് അടച്ച് പാക്ക് ചെയ്ത് ടേപ്പ് അടിക്കുക. ഇത്രയുള്ളൂ, സിമ്പിൾ കാര്യം കഴിഞ്ഞു. 15 രൂപയുടെ ഒരു തിരി റെഡിയായി. അടുത്ത സാൻഡിലിൻ്റെ ഒരെണ്ണം നിറയ്ക്കാം. കവറിപ്പം നമ്മുടെ പേരിലില്ലെങ്കിൽ ഏതെങ്കിലും അടിച്ച് വരും കവർ. ഇതിപ്പോൾ നമ്മുടെ പേരിലടിക്കണമെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പോകണം. അതുകൊണ്ടാണ് നമ്മൾ അടിക്കാതിരിക്കുന്നത്. ഉടനെ നമ്മുടെ ഏഞ്ചലിൻ്റെ പേര് നമ്മൾ കവർ ഉടനെ ഇറക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇത് മേടിച്ചിട്ട് അതിൻ്റെ തന്നെ പെർഫ്യൂം കിട്ടും. പെർഫ്യൂം മേടിച്ച് ആ മണം തന്നെ ചേർത്ത് ഇറക്കാമെന്നുണ്ടെങ്കിൽ ഇത് സാൻഡിലിൻ്റെയൊക്കെ നല്ല ഇതായിട്ട് ഓടുന്നത്. റോസിൻ്റെ ഇതിൻ്റെയൊക്കെ പെർഫ്യൂമിന് വില കൂടുതലല്ല, കവറിനും വില കൂടുതലല്ല. ഈ കവർ ഒരെണ്ണത്തിന് 1.80 പൈസ തരാം. ഇത് സാൻഡിലിൻ്റെ കവറിന് മാത്രം 1.80 പൈസ. പിന്നെ ഇന്നറിന് വേറെ. ഇത് തിരി നമ്മളെ വിളിച്ചാലും നമ്മൾ തരും. സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. കവറും തിരിയെല്ലാം നമ്മൾ തരുന്നതായിരിക്കും. സാൻഡിലിൻ്റെ. ഇനി ജാസ്മിൻ്റെ നമ്മളത് പാക്ക് ചെയ്തിട്ടില്ല, അതൊരെണ്ണം പാക്ക് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്ന് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മളിത് പാക്ക് ചെയ്ത് കടകളിൽ എത്തിച്ചാൽ മതി. ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കണം കടകളിലാകുമ്പോൾ. നമ്മൾ തോനെ ഇത് ചെയ്യണം. അത് കുറച്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും പ്രയോജനം വരുന്നത്. പക്ഷേ തോനെ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രയോജനമുള്ളൂ. അത് കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ജാസ്മിൻ്റെ ഒരെണ്ണം നമുക്ക്
ജാസ്മിൻ്റെ തന്നെ പെർഫ്യൂമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇപ്പം നമ്മൾ കാണിച്ച കവറിൻ്റെ എല്ലാ പെർഫ്യൂമും അത് തന്നെ സെയിം സാധനമാണ്. നല്ല മണമാണ്. ജാസ്മിൻ്റെ 20 രൂപയുടെയാണ്. അപ്പോൾ 4 കവറാണ് നമ്മളതിനകത്ത്. അപ്പോൾ ഈ ചന്ദനത്തിരിയുടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ വിളിച്ചാൽ തിരിയും കവറും ഇന്നറും എല്ലാം തരുന്നതായിരിക്കും, പെർഫ്യൂമും എല്ലാം തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ 3 ഫ്ലേവറിൻ്റെ ആണ് ഉള്ളത് കേട്ടോ, 3. അപ്പോൾ ചന്ദനത്തിരിയുടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളിത് ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ. ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ ഇവിടുന്ന് സാധനം കൊടുക്കുന്നത്. മേടിച്ചുകൊണ്ട് വിൽക്കാനായാലും നിങ്ങൾക്ക് പ്രയോജനമാണ്. കടകൾക്കായാലും എന്തിനായാലും നമ്മൾ ഈ സാധനം ഹോൾസെയിൽ റേറ്റിൽ തന്നെ ഇവിടുന്ന് കൊടുക്കുന്നത്, നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ അടി ഞാൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വീട്ടിൽ ബിസിനസ് ചെയ്യാനായിട്ടായാലും തിരിയും ഈ കവറും എല്ലാം നമ്മൾ തരാം. നിങ്ങൾ ചെയ്ത് മണം ഒക്കെ ചേർത്ത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അതല്ല ഹോൾസെയിൽ റേറ്റ് തിരി എടുത്തുകൊണ്ട് പോയി ചെയ്യാനാണ് നമ്മളിതേപോലെ പാക്ക് ചെയ്ത് 12 എണ്ണം ഒരു ബോക്സ് നമ്മൾ റെഡിയാക്കിയാണ് വിപണിയിൽ ഇറക്കുന്നത്. അപ്പോൾ ഒട്ടിച്ച് ഇന്ന് സിദ്ധാർത്ഥാണ് നമുക്ക് കൂടെ ഹെൽപ്പറായിട്ടുള്ളത് കേട്ടോ. സിദ്ധാർത്ഥ് പണി ചെയ്യാനായിട്ട് വന്നേ വേണ്ട. 12 എണ്ണം വീതം നമ്മൾ ഒട്ടിച്ച് വിപണിയിൽ ഇറക്കുന്ന അങ്ങനെയാണ്. ഈ രീതിയിലാണ് കടകളിൽ എത്തിക്കുന്നത്. അപ്പോൾ സാധനം നിങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ തിരിയായിട്ട് വേണേൽ തരാം, അല്ലെങ്കിൽ ഇങ്ങനെ ബണ്ടൽ കണക്കിന് തിരി സെറ്റ് ചെയ്തത് വേണേൽ തരാം. എങ്ങനെ വേണേലും തരാം, കുഴപ്പമില്ല, വിളിച്ചാൽ മതി. ഓക്കെ, ബൈ.